എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതുപോലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇന്ന് ദേവി മഹാത്മ്യത്തിലെ 1-ാം അധ്യായം, അതായത് പ്രഥമ ചരിതത്തിലെ പ്രഥമോധ്യായ മധു കൈടഭ വധ വർണ്ണനയാണ്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ മുൻപിട്ട വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രഥമ ചരിതത്തിൽ ചില ബുക്കുകളിലൊക്കെ ജൈമിനി മുനി, അതായത് മാർക്കണ്ഡേയ ഉവാച എന്ന് തുടങ്ങി സാവർണി സൂര്യതനയോ, അതിനു മുമ്പ് 2-3 ശ്ലോകങ്ങൾ കാണപ്പെടുന്നുണ്ട്. ചില ബുക്കുകളിൽ മാർക്കണ്ഡേയ ഉവാച എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ പ്രഥമചരിതം വായിക്കുന്നതിന് മുമ്പ് കവചം, അർഗളം, കീലകം, നവാക്ഷരി മന്ത്രം, രാത്രി സൂക്തം. ഈ രാത്രി സൂക്തം ഈ 1-ാമത്തെ അധ്യായത്തിലും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ അധ്യായത്തോടു കൂടി തന്നെ അതിൻ്റെയും അർത്ഥം വിവരിക്കുന്നതാണ്. നമുക്ക് തുടങ്ങാം. മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയൻ പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് ഒരു മന്ത്രമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഉവാച മന്ത്രങ്ങൾ എന്ന് പറയും ഇതിന്. സാവണ്ണി സൂര്യതനയോ യോ മനുക്കധ്യദേഷ്ടമ നിശാമയതദുത്പത്തിം വിസ്തരാദ്ഗതോ മമ. സാവർണി സൂര്യതനയോ, അതായത് സാവർണിയായ സൂര്യതനയ ഏവനാണോ, യോ മനുഹു, ഏവനാണോ സാവർണിയായ സൂര്യതനയൻ, ആ കഥ്യതേഷ്ടമ, അഷ്ടമ മനുവാണെന്ന് പറഞ്ഞിരുന്നു സൂര്യതനയൻ. വിസ്തരാദ്ഗത, വിസ്തരിച്ചു പറയുന്ന, മമ നിശാമയ, എങ്കിൽ നിന്ന് കേട്ടാലും, ഇവിടെ കേട്ടാലും എന്ന് പറഞ്ഞാലും എന്നിൽ നിന്ന് അറിഞ്ഞാലും, സൂര്യതനയ സാവർണി, സൂര്യപുത്രനായ സാവർണി. ഇവിടെ സാവർണി മനു എന്ന് പറയുന്നത് കൊണ്ട് സവർണയുടെ മകൻ എന്ന് പറയുന്നുണ്ട്. വേറെയുണ്ട് സൂര്യപുത്രൻ, അതായത് നമുക്കറിയാം ശനീശ്വരൻ ഛായയുടെ മകനാണ്, അതുപോലെ തന്നെ സൂര്യപുത്രനുമാണ്. അതുകൊണ്ടാണ് ഇവിടെ സാവർണി സൂര്യതനയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂര്യനെ പോലെ പ്രകാശമുള്ള, അല്ലെങ്കിൽ സൂര്യനോട് സമാനമായ വർണ്ണത്തോടു കൂടിയവൾ എന്ന് വേണമെങ്കിൽ സവർണയെ പറയാം, അതായത് ഭാര്യയായ സവർണയെ. അതുകൊണ്ട് സവർണി എന്ന് പറഞ്ഞതാവാനും, അല്ലെങ്കിൽ സവർണയുടെ പുത്രൻ, സവർണ, വർണ്ണത്തോട്, ഇനി വർണ്ണ എന്നതിന് സ്തുതി എന്നും അർത്ഥമുണ്ട്. വർണ്ണത്തോടു കൂടിയവൾ, സ്തുതിയോടുകൂടി വർത്തിക്കുന്നവൾ എന്നും സാവർണി എന്ന വാക്കിന് അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ ഏകാഗ്രചിത്തനായി നോക്കുക എന്നും അർത്ഥമുണ്ട്. നിശാമയ സാവർണി എന്ന 8-ാമത്തെ മനുവിൻ്റെ ഉൽപ്പത്തിയെ ശബ്ദവിസ്താരത്തോടു കൂടി പറയുന്ന എൻ്റെ മുഖത്തെയോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏകാഗ്രചിത്തനായി എൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നും നമുക്ക് അർത്ഥമുണ്ട്. അതുകൊണ്ട് നിശാമയ എന്ന പദത്തിന് കേട്ടാലും എന്ന അർത്ഥം പറയുന്നതിനേക്കാളും അറിഞ്ഞാലും, എൻ്റെ മുഖത്ത് നിന്ന് അറിഞ്ഞാലും, എന്തായാലും അർത്ഥം സ്പഷ്ടമാണ്. നിശാമയ തതുത്പത്തിം വിസ്തരാത് ഗതോ മമ. യാവനൊരുത്തൻ സൂര്യപുത്രനായ സാവണ്ണി എന്ന 8-ാമത്തെ മനു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് വിസ്തരിച്ച് ഞാൻ പറയും. അത് എൻ്റെ മുഖത്ത് നിന്ന് തന്നെ കേട്ടാലും എന്ന് പറയുകയാണ്. ഇനി മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ, മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗാ സാവർണിസ്തനയോരവേ. സഹ സാവർണി, ആ പ്രസിദ്ധനായ സാവർണി എന്ന രവേഹ് തനയഹ, സൂര്യപുത്രനായ മഹാഭാഗ്യവാൻ. ഇവിടെ മഹാഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജാവിന് ആദ്യം ദൈവാധീനം ഇല്ലാത്തത് കൊണ്ടാണ് രാജ്യമെല്ലാം നഷ്ടപ്പെട്ടത്. അത് ഞാൻ ആ സംക്ഷിപ്ത രൂപമായിട്ട് പ്രഥമ ചരിത്രം പറയുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീണ്ടും ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ ഇപ്പോഴേ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മഹാമായാനുഭാവേന, മഹാമായ പ്രഭാവത്താൽ, യഥാ എപ്രകാരം, മന്വന്തരാധിപ ബഭൂവ, 71 യുഗങ്ങളുടെ അധിപനായി ഭവിച്ചു. 71 യുഗങ്ങളുടെ അധിപനായി. 71 യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാവോ? ഈ സൃഷ്ടിയുടെ ആയുസളക്കാൻ യുഗം, മന്വന്തരം, കൽപ്പം, ഇങ്ങനെ 3 ഉപാധികളുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇവയാണ് 4 യുഗങ്ങൾ. 4 യുഗങ്ങളും ചേർന്നാണ് ഒരു മഹായുഗം. അതായത് 4,32,00,000 വർഷമാണ് ഒരു മഹായുഗം എന്ന് പറയുന്നത്. അതുപോലെ 71 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അങ്ങനെ 14 മന്വന്തരം ചേർന്നതാണ് ഒരു കൽപ്പം. അപ്പോൾ ഇവിടെ
പറഞ്ഞിരിക്കുന്നത് ദേവി മഹാമായയുടെ പ്രഭാവത്താൽ 71 ചതുർ യുഗങ്ങളുടെ അധിപനായി ഭവിച്ചു എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാഭാഗൻ അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രസിദ്ധനായ സാവർണി എന്ന സൂര്യപുത്രനായ മഹാഭാഗ്യവാനായ മഹാരാജാവ് മഹാമായ പ്രഭാവത്താൽ എങ്ങനെ 71 ചതുർയുഗങ്ങളുടെ അധിപനായി ഭവിച്ചുവോ ആ വിധത്തെ വിസ്തരിച്ചു പറയാം കേട്ടാലും എന്ന് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു. മാർക്കണ്ഡേയ മുനി പറഞ്ഞു. സ്വാരോജിഷേന്ദരേ പൂർവം ജൈത്രവംശസമുദ്ഭവ സുരഥോ നാമ രാജോഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലെ. ഇപ്പോൾ വീണ്ടും മുനി കഥ പറയുകയാണ്. പൂർവം പണ്ട് സ്വാരോജിഷൻ എന്ന മനുവിനെ സംബന്ധിച്ച അന്തരേ കാലത്ത് ചൈത്രവംശസമുദ്ഭവ ചൈത്രൻ്റെ വംശത്തിൽ ജനിച്ച സുരഥൻ എന്ന നാമത്തോടുകൂടിയവൻ സമസ്തേ ക്ഷിതിമണ്ഡലെ അഖില ഭൂമണ്ഡലത്തിനും രാജ അഭൂത് രാജാവായി ഭവിച്ചു. പണ്ട് സ്വാരോജിഷൻ എന്ന മനുവിൻ്റെ കാലത്ത് ചൈത്രൻ്റെ വംശത്തിൽ ജനിച്ച സുരഥൻ എന്ന മഹാരാജാവ് എന്ന് പ്രസിദ്ധനായ മഹാരാജാവ് അഖില ഭൂമണ്ഡലത്തിനും രാജാവായി ഭവിച്ചു. തസ്യ പാലയത സമ്യക് പ്രജാഃ പുത്രാനി വൗരസാൻ ബഭൂശത്രവോ ഭൂപാഗോലാ വിധ്വംസിനസ്തഥാ. തസ്യ പാലയത പ്രജാഃ ജനങ്ങളെ സംരക്ഷിക്കുന്ന അവൻ്റെ സമ്യക് ഔരസാൻ പുത്രാൻ ഇവ സ്വന്തം പുത്രന്മാരെ പോലെ പ്രജകളെ സംരക്ഷിക്കുന്ന അവൻ. കോലാവിധ്വംസിനഹ ഇവിടെ കോലാവിധ്വംസികളായ ഇവിടെ കോല എന്ന മറ്റൊരു രാജധാനിയാണെന്ന് പറയാൻ യവനന്മാരാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും പല മീനിങ്ങാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കോലാവിധ്വംസികളായ ധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വിധ്വംസികളായത് രാജാക്കന്മാരാൽ ഭൂപാഹ ശത്രവഹ ബഭൂവു ആ കോലാവിധ്വംസികളായ രാജാക്കന്മാർ ശത്രുക്കളായി ഭവിച്ചു. ഈ നമ്മുടെ സുരഥൻ എന്ന മഹാരാജാവ് സ്വന്തം ജനങ്ങളെ സ്വന്തം പുത്രന്മാരെ പോലെയാണ് കരുതിയിരുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. തസ്യ തൈരഭവദ്യുദ്ധമതിപ്രബലദണ്ഡിനഃ ന്യൂനൈരപിസതൈർയുദ്ധേ കോലാവിധ്വംസിഭിർജിതഃ. ഇവിടെ അതിപ്രബലദണ്ഡിനഃ അതിപ്രബലമായ ശിക്ഷയോടുകൂടിയ ബലത്തോടുകൂടിയ തസ്യ അവന് തൈഹി യുദ്ധം അഭവത് അവരോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. യുദ്ധേ ആ യുദ്ധത്തിൽ സഹ ന്യൂനൈരവി അവർ അല്പബലവാന്മാരായിരുന്നിട്ടും തൈഹി കോലാവിധ്വംസിഭിഹി ആ യവന ഭൂപന്മാരാൽ ജിതഹ ജയിക്കപ്പെട്ടു. അതായത് യവന ഭൂപന്മാർ ജയിച്ചു എന്നാണ്. അവരാൽ പരാജയപ്പെടുകയാണ് ജയിക്കേണ്ടത്. ജിതഹ ഇവിടെ ജയിക്കപ്പെട്ടു. പരാജിതഹ എന്നാണ് മീനിങ്. അതായത് ജിതഹ എന്ന വാക്കിന് ജയിച്ചു എന്ന അർത്ഥമാണെങ്കിൽ ഇവിടെ സുരഥ മഹാരാജാവിൻ്റെ സൈന്യവും അതിബലവാന്മാരായിരുന്നിട്ട് കൂടി അല്പബലവാന്മാരായ അതായത് ദുർബലന്മാരായ യവനന്മാരോട് അദ്ദേഹം പരാജയപ്പെട്ടു എന്നർത്ഥം. തത സ്വപുരമായാതോ നിജദേശാധിപോ ഭവൻ ആക്രാന്ത സംഹാഭാഗസ്തൈസ്തദാ പ്രബലാരിഭി തഥാ തൈഹി അപ്പോൾ ആ പ്രബലാരിഭി പ്രബല ശത്രുക്കളാണ് പ്രബല ശത്രുക്കളാൽ ആക്രാന്ത സഹ മഹാഭാഗ ആക്രമിക്കപ്പെട്ടവനായ ആ മഹാഭാഗൻ തതഃ സ്വപുരം ആയാത തൻ്റെ പുരം പട്ടണത്തെ പ്രാപിച്ചിട്ട് നിജ ദേശാധിപ അഭവത് അതായത് നിജം സ്വദേശത്തിൻ്റെ അധിപതിയായി ഭവിച്ചു. അഭവത് അപ്പം 11 ചതുർയുഗങ്ങൾക്കും അധിപനായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ എല്ലാവരാലും പരാജയപ്പെട്ട് യവന രാജാക്കന്മാരാൽ പരാജയപ്പെട്ട് ഒരു പുരത്തെ തൻ്റെ പട്ടണത്തെ പ്രാപിച്ച് അവിടെ ആ സ്വദേശാധിപതിയായി ഭവിച്ചു. അപ്പോൾ തൻ്റെ ദേശത്തിൻ്റെ അധിപനായി മാത്രം സ്വപുരം നിജരാജധാനി എന്നാണ് ഇവിടെ രാജധാനിയിൽ പോയി ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ്. ആക്രാന്ത സഹ മഹാഭാഗ രാജ്യം മുഴുവനും അപഹരിക്കപ്പെട്ടില്ല എന്നും അതുപോലെ പിന്നെ പ്രബലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് യവനന്മാരെയാണ് ഇവിടെ. അമാത്യൈർ ബലിഭിർ ദുഷ്ടൈർ ദുർബലസ്യ ദുരാത്മഭി
കോശോ ബലം ചാപാഹൃതം തത്രാപി സ്വപുരേ സതഃ തത്ര സ്വപുരേ അപി തതഃ. അവിടെ സ്വപുരത്തിലും ബലഹീനനായ ബലഹീനനായ അവൻ്റെ കോശഃ ബലം ച. കോശഃ എന്ന് പറഞ്ഞാൽ ഭണ്ഡാരത്തെയാണ്, രാജഭണ്ഡാരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ബലം ച, ഇവിടെ ബലം കൊണ്ട് സൈന്യം, അദ്ദേഹത്തിൻ്റെ മറ്റ് സമ്പത്തുക്കളെയൊക്കെ. ബലി എന്ന് പറഞ്ഞാൽ ഇവിടെ ബലമുള്ളതെന്നാണ്, ബലവാന്മാർ. ദുഷ്ടൈഹി, ദുഷ്ടന്മാർ, ബലവാന്മാരായ ദുഷ്ടന്മാർ. ബലിഭിഹി ദുഷ്ടൈ, ദുരാത്മഭി, അതായത് ദുരാഗ്രഹികളായവർ. അമാത്യൈഹി, അമാത്യന്മാർ മന്ത്രിമാർ. അമാത്യൈഹി മന്ത്രിമാരാൽ അപഹൃതം, അപഹരിക്കപ്പെട്ടു. അവിടെ സ്വപുരത്തിലിരിക്കുന്ന ദുർബലനായ രാജാവിൻ്റെ ഭണ്ഡാരത്തെയും, രാജാവിനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭണ്ഡാരവും സൈന്യങ്ങളെയും എല്ലാം ഈ ബലവാന്മാരും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ മന്ത്രിമാർ അപഹരിച്ചു. അതുപോലെ തന്നെ ഈ ശത്രുക്കളാൽ സ്വഭൂഭാഗങ്ങളെല്ലാം ആക്രമിച്ച് അപഹരിച്ച് നിന്ദിതനായിട്ടിരിക്കുന്ന അവസ്ഥയാണ് രാജാവിനിപ്പോൾ. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. തതോ മൃഗയാ വ്യാജേന ഹൃദസ്വാമ്യ സഭൂപതി ഏകാഗീ ഹയമാരൂഹ്യ ജഗാമഗഹനം വനം. തതോ മൃഗയാ വ്യാജേന, തതഃ അവൻ, അനന്തരം പിന്നീട്, ഹൃദസ്വാമ്യ സ്വാമിത്വം അപഹരിക്കപ്പെട്ടു. അതായത് യജമാനൻ എന്നുള്ള അവസ്ഥ, രാജാവ് എന്നുള്ള അവസ്ഥ ഇപ്പം ഇല്ല, സാധാരണ മനുഷ്യനായി തീർന്നു. സഹ ഭൂപതി, ആ രാജാവ്, ഭൂപതി രാജാവ്. മൃഗയാ വ്യാജേന, മൃഗയ നായാട്ടിനെന്ന വ്യാജേന, യഥാർത്ഥത്തിൽ നായാട്ടിനല്ല, ഏകാഗിയായിട്ട് ഒറ്റയ്ക്ക്, ഹയം കുതിര, ആരൂഹ്യ കയറിയിട്ട്, കുതിരയിൽ കയറി, ഗഹനം വനം, ഗഹനം വനം എന്ന് പറഞ്ഞാൽ നിബിഡമായ വനത്തിലേക്ക് ജഗാമ പ്രാപിച്ചു, പോയി എന്നർത്ഥം. അനന്തരം ഈ രാജാവ് നായാട്ടിനെന്ന വ്യാജേന തനിച്ച് ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറി, അകമ്പടിക്കാരൊന്നുമില്ലാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ കൊടുങ്കാട്ടിലേക്ക് പോയി എന്നർത്ഥം. സതത്രാശ്രമമദ്രാക്ഷീത് ദ്വിജവര്യസ്യ മേധസഃ പ്രശാന്തശ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം സഹ തത്ര, അവൻ അവിടെ, ആ കാട്ടിൽ, ദ്വിജവര്യസ്യ മേധസഃ, ദ്വിജൻ വിപ്രനാണ്, ബ്രാഹ്മണൻ, വര്യൻ ശ്രേഷ്ഠൻ, ദ്വിജവര്യനായ ബ്രാഹ്മണശ്രേഷ്ഠനായ സുമേധസ്, മേധസഹ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സുമേധസ് മഹർഷിയാണ്. പ്രശാന്തശ്വാപദാകീർണം, ശാന്തജന്തുക്കളാൽ വ്യാപ്തവും, അതായത് ഹിംസ്ര ജന്തുക്കളാണെങ്കിലും മുനിയുടെ ആശ്രമത്തിൽ വസിക്കുന്നുണ്ട്. ഈ ജന്തുക്കളെല്ലാം വളരെ ശാന്തരായി കാണപ്പെട്ടു എന്നർത്ഥം. മുനി ശിഷ്യോപശോഭിതം, അതുപോലെ മുനി ശിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്നവർ. ആശ്രമം അദ്രാക്ഷീത്, ആശ്രമത്തെ, അതായത് പർണശാലയെ കണ്ടു. മുനി ശിഷ്യന്മാർക്ക് എങ്ങനെയാണ് ശോഭയുണ്ടായത്? ഈ മുനി ശിഷ്യന്മാരെപ്പോഴും മന്ത്രവും അതുപോലെ ഈ ശ്ലോകങ്ങളും എല്ലാം ജപിച്ചിരിക്കുന്നത് കൊണ്ട്, ഈ വേദാധ്യയനം ചെയ്യുന്ന അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ശോഭ അവരുടെ മുഖത്തുണ്ട്. അതുപോലെ ഹിംസ്ര ജന്തുക്കളാണെങ്കിലും ഈ ദുഷ്ടമൃഗങ്ങളാണെങ്കിലും ഈ മുനിയുടെ ആ സാമീപ്യം കൊണ്ട് വളരെ ശാന്തരായി കാണപ്പെട്ടു. തസ്ഥൗ കഞ്ചിത് സകാലം മുനിനാദേന സത്കൃതഃ ഇതശ്ചേതശ്ച വിചരം തസ്മിൻ മുനിവരാശ്രമേ തസ്ഥൗ തേന മുനിന സത്കൃതഃ, ആ മുനിയാൽ പൂജിതനായ, സത്കൃതൻ, അതായത് ആ മുനിയാൽ പൂജിതനായ, സഹ ച, ആ രാജാവും, ഇതശ്ചേതശ്ച വിചരൻ, അവിടെയും ഇവിടെയും സഞ്ചരിച്ചുകൊണ്ടും, കഞ്ചിൽ കാലം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം, തസ്മിൻ മുനിവരാശ്രമേ, ആ മുനിശ്രേഷ്ഠൻ്റെ പർണശാലയിൽ, ആശ്രമത്തിൽ, തസ്ഥൗ വസിച്ചു. സുമേധസ് എന്ന മുനിയാൽ വേണ്ട വിധം രാജാവ് സൽക്കരിക്കപ്പെട്ടു. ആ രാജാവ് അങ്ങുമിങ്ങും സഞ്ചരിച്ചുകൊണ്ട് കുറേ കാലം, അതായത് ദുഃഖിതനാണ്, എല്ലാം നഷ്ടപ്പെട്ടു, ആ ഒരു നിരാശയിൽ അങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന ആ രാജാവ് മുനിശ്രേഷ്ഠൻ്റെ ആശ്രമത്തിൽ താമസിച്ചു എന്നർത്ഥം. സോചിന്തയത്തഥാ തത്ര മമത്വാകൃഷ്ടചേതനഃ മൽപൂർവൈ ബാലിതം പൂർവം മയാഹീനം പുരം ഹി തഥാ തത്ര സഹ, അപ്പോൾ അവിടെ അവൻ എന്ന് പറഞ്ഞാൽ ഈ മഹാരാജാവ്, മമത്വാകൃഷ്ടചേതനഃ, മമതയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടി, അചിന്തയത് വിചാരിച്ചു, പൂർവം മത്പൂർവൈ, പണ്ട് എൻ്റെ പൂർവികന്മാരാൽ,
പാലിതം തൽപുരം, സംരക്ഷിക്കപ്പെട്ട ആ പട്ടണം, പുരം പട്ടണം. മയാഹീനം ഹി, മയാഹീനം എന്നോട് കൂടാത്തതായി ഇരിക്കുന്നു നിശ്ചയം. അപ്പോൾ അവിടെ സുരഥൻ മമതയാൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട്, മമതയാൽ വശീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങളിൽ നിന്ന്, സ്വജനങ്ങളിൽ നിന്ന് അകന്നെങ്കിലും രാജാവിന് അവരെക്കുറിച്ചോടുത്ത് പ്രജകളെക്കുറിച്ചും സ്വന്തം ബന്ധുജനങ്ങളെക്കുറിച്ചും ഒക്കെ ദുഃഖം ഉണ്ടായിരുന്നു. അതാണ് രാജാവിനെ അവർക്ക് വേണ്ടെങ്കിലും, അതായത് യുദ്ധം ചെയ്ത് ഇപ്പോൾ പുറത്താക്കപ്പെട്ടല്ലോ, അവരോടുള്ള മമത കൊണ്ട് ദുഃഖിതനായി. അതാണ് ഇവിടെ മമത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരോടുള്ള മമതയാണ്, പ്രജകളോടുള്ള. എൻ്റെ പൂർവികന്മാരാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ആ പുരം ഇപ്പോൾ എന്നോട് കൂടാത്തതായി തീർന്നിരിക്കുന്നു, അത് നിശ്ചയമാണ് എന്ന് വിചാരിക്കുകയാണ് മുനി. മദ്ഭൃത്യൈസ്തൈരസദ്വൃത്തൈർധർമ്മദ പാല്യതേ നവ ന ജാനേ സ പ്രധാനോ മേ ശൂരഹസ്തീ സദാ മദഃ മമ വൈരിവശം യാത കാൻ ഭോഗാനുപലപ്സ്യതേ. അസദ്വൃത്തൈ, ദുർവൃത്തന്മാരായ, തൈഹി മദ്ഭൃത്യൈ, എൻ്റെ ആ ഭൃത്യന്മാരാൽ, ധർമ്മദഃ, ധർമ്മശാസ്ത്രമനുസരിച്ച്, പാല്യത എന്നവ, പാലിക്കപ്പെടുന്നുവോ ഇല്ലയോ. അതായത് ഇവിടെ യവന രാജാക്കന്മാർ എൻ്റെ ഭൃത്യന്മാർ, അതായത് എൻ്റെ പ്രജകളെ ധർമ്മശാസ്ത്രമനുസരിച്ച് പാലിക്കുന്നുണ്ടോ, പ്രജകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. സപ്രധാനഃ, പ്രധാനനോട് കൂടിയവനും, പ്രാധാന്യത്തോടു കൂടിയവനും, സദാമതഃ, എല്ലായ്പ്പോഴും മതമുള്ളവനും അഹങ്കാരമുള്ളവനും, ശൂരഹസ്തി, ശൂരനുമായ ആനത്തലവൻ, മമ വൈരിവശം യാതഃ, എൻ്റെ ശത്രുക്കളുടെ അധീനത്തെ പ്രാപിച്ചിട്ട്, കാൻ ഭോഗാൻ, എന്ത് സുഖങ്ങളെ, ഉപലപ്സ്യതേ, അനുഭവിക്കുന്നു, ന ജാനേ, ഞാൻ അറിയുന്നില്ല. അതായത് ഇവിടെ മതമുള്ള അഹങ്കാരമുള്ള ആനകളുടെ തലവൻ, അതായത് ആനയെ, മതപ്പാടുള്ള ആനയോടാണ് ഉപമിച്ചിരിക്കുന്നത് ഈ യവന രാജാക്കന്മാർ. ആ മതപ്പാടുള്ള ആനയ്ക്ക് എന്തെങ്കിലും സ്ഥിരബുദ്ധിയുണ്ടോ? ഇല്ല, അത് എല്ലാവരെയും ഉപദ്രവിക്കും. അതുപോലെ തന്നെ ഈ യവനന്മാർ എൻ്റെ പ്രജകൾക്ക് എന്ത് സുഖങ്ങളെ കൊടുക്കുന്നു, അതൊന്നും ഞാൻ അറിയുന്നില്ല. അവരെ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് രാജാവ് ദുഃഖിക്കുന്നു. യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈ അനുവൃത്തിം ധ്രുവം ദേദ്യ കുർവന്ത്യന്യമഹീഭൃതാം. നിത്യം, ദിവസം തോറും, പ്രസാദധനഭോജനൈ, ബഹുമാന ധനഭോജനങ്ങളെ കൊണ്ട്, യേ മമാനുഗതാഹ, ആരാണോ എന്നെക്കൊണ്ട് ഉപജീവിച്ചിരുന്നത്, തേ അദ്യ, അവർ ഇപ്പോൾ, അന്യമഹീഭൃതാം, രാജാക്കന്മാരുടെ അനുവൃത്തിം കുർവന്തി ധ്രുവം, സേവയെ ചെയ്യുന്നു നിശ്ചയം. അതായത് ബഹുമാന ധന ഭോജനങ്ങൾ നിമിത്തം, ഇവിടെ ഭോജനം എന്ന് ഉദ്ദേശിക്കുന്നത് ദിവസം കൊടുക്കുന്ന അന്നദാനമായിരിക്കണം. എന്നെക്കൊണ്ട് ഉപജീവിച്ചു വന്നവർ ആരാണോ അവർ, ഇവിടെ പ്രജകളെയാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അന്യരാജാക്കന്മാരുടെ സേവയെ ചെയ്യുന്നു നിശ്ചയമാണ് എന്ന്. അസമ്യഗ്വ്യയശീലൈസ്തൈ കുർവദ്ഭി സതതം വ്യയം സഞ്ചിതസ്സോതി ദുഃഖേന ക്ഷയം ഘോഷോ ഗമിഷ്യതി ഏതച്ചാന്യച്ച സതതം ചിന്തയാമാസ വാർദ്ധിവഃ. അതിദുഃഖേന സഞ്ചിതഃ, ഇവിടെ ദുഃഖത്തോടു കൂടിയെന്നല്ല, വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കപ്പെട്ട, സഞ്ചിതഃ, കൂട്ടിവയ്ക്കപ്പെട്ട, സമ്പാദിക്കപ്പെട്ട, സഹകോശക, ആ എൻ്റെ ഭണ്ഡാരം, അസമ്യക് വ്യയശീലൈ, ദുർവ്യയശീലന്മാരായ, സതതം വ്യയം കുർവദ്ഭി, എല്ലായ്പ്പോഴും ചെലവ് ചെയ്യുന്നവരായിരിക്കുന്ന, തൈഹി ക്ഷയം ഗമിഷ്യതി, അവർ നിമിത്തം എൻ്റെ ഭണ്ഡാരം ക്ഷയത്തെ പ്രാപിക്കും. ക്ഷയിച്ചു വരിക എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരും. പാർത്ഥിവ, സുരഥ രാജാവ്, ഏതൽ ച അന്യത് ച, ഇങ്ങനെയും മറ്റും ഇപ്രകാരം സതതം ചിന്തയാമാസ, സദാ വിചാരിച്ചു. അതായത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച എൻ്റെ ഭണ്ഡാരം ഇപ്പോൾ ദുർവ്യയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് വാരിക്കോരി ചിലവ് ചെയ്യുന്നത്, അവർ എല്ലായ്പ്പോഴും ചിലവ് ചെയ്യുന്നത് കൊണ്ട് ഈ ഭണ്ഡാരം നാശത്തെ പ്രാപിക്കും, അല്ലെങ്കിൽ ക്ഷയിച്ചു വരും. ഈ സുരഥ മഹാരാജാവ് ഇങ്ങനെയും മറ്റും പല വിധത്തിലും സദാ വിചാരിച്ചുകൊണ്ടിരുന്നു. തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസ
സപൃഷ്ടസ്തേന കസ്തുംഭോ ഹേതുശ്ചാഗമനേത്രക. സഹ തത്ര, ആ രാജാവ്, സഹ അവൻ, ഇവിടെ ആ രാജാവ് അവിടെ, തത്ര അവിടെ, വിപ്രാശ്രമാഭ്യാസേ മുനിയുടെ ആശ്രമത്തിന് സമീപത്തിൽ ഏകം വൈശ്യം ദദർശ, ഏകം ഒരു വൈശ്യനെ കണ്ടു, ദദർശ കണ്ടു. സഹതേന ആ വൈശ്യൻ രാജാവിനാൽ, ഭോത്വം കഹ അല്ലയോ ഭവാൻ ആരാണ്, അത്ര ആഗമനേ ഹേതു കഹ ഇവിടെ വന്നതിനുള്ള കാരണം എന്ത്, പൃഷ്ട എന്ന് ചോദിക്കപ്പെട്ടു. അതായത് ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സമാധി എന്ന വൈശ്യനോട് ചോദിച്ചു. ആ രാജാവ് അപ്രകാരം ചോദിച്ചു. സശോകൈവ കസ്മാത്തും ദുർമനായിവ ലക്ഷ്യസേ ഇത്യാകർണ്യ വജസ്തസ്യ ഭൂപതേ പ്രണയോദിതം പ്രത്യുവാച സതം വൈശ്യ പ്രശ്രയാവനതോ നൃപം. കസ്മാത്വം എന്തുകൊണ്ടാണ് അങ്ങ്, സശോക ഇവ ദുഃഖത്തോടു കൂടിയവൻ എന്ന പോലെയും, ദുർമന ഇവ ലക്ഷ്യസേ ദുർമനസ് എന്ന പോലെയും, അതായത് അനന്യമനസ്കനായിട്ട് കാണപ്പെടുന്നു, ലക്ഷ്യസേ കാണപ്പെടുന്നു. ഇതിത്തസ്യ ഭൂപതേ ഇങ്ങനെ ആ രാജാവിൻ്റെ പ്രണയോദിതം സ്നേഹത്തോടുകൂടിയ പ്രണയത്തോടുകൂടി ചോദിക്കപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട വാക്കുകൾ, വജഹ ആകർണ്യ വാക്കിനെ കേട്ടിട്ട്, തം നൃപം സഹ വൈശ്യ ആ രാജാവിനോട് ആ വൈശ്യൻ പ്രശ്രയാവനത പ്രത്യുവാച, പ്രശ്രയാവനത വിനീതനായിട്ട് വിനയാന്വിതനായിട്ട്, പ്രത്യുവാച ഉവാച പറഞ്ഞു, പ്രത്യുവാച ഉത്തരം പറഞ്ഞു. എന്ത് കാരണത്താലാണ് അങ്ങ് ശോകത്തോടുകൂടിയവൻ ആയി എന്നെപ്പോലെ ദുർമനസ് എന്ന പോലെയും അനന്യമനസ്കനായി കാണപ്പെടുന്നത് എന്ന് രാജാവിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള വാക്കിനെ കേട്ടിട്ട് ആ വൈശ്യൻ വിനയാന്വിതനായി രാജാവിനോട് ഉത്തരം പറഞ്ഞു. സമാധിർനാമ വൈശ്യോഹമുത്പന്നോ ധനിനാം കുലേ പുത്രധാരൈർനിരസ്തശ്ച ധനലോഭാദസാധുഭിः വിഹീനസ്വജനൈർദാരൈർ പുത്രൈരാദായ മേധനം വനമഭ്യാഗതോ ദുഃഖി നിരസ്തശ്ചാപ്തബന്ധുഭിः. വൈശ്യൻ പറഞ്ഞു, അഹം ധനിനാം കുലേ ഉൽപ്പന്നഃ. വൈശ്യവാച വൈശ്യൻ പറഞ്ഞു, അഹം ഞാൻ, ധനിനാം കുലേ ധനികന്മാരുടെ കുലത്തിൽ വംശത്തിൽ ഉൽപ്പന്നഃ ജനിച്ച, സമാധിർനാമ വൈശ്യഃ സമാധി എന്ന് പേരോടുകൂടിയ വൈശ്യനാകുന്നു. അസാധുഭി പുത്രധാരൈ അസത്തുക്കളായ, സത്തുക്കൾ നല്ലവരും അസത്തുക്കൾ ദുഷ്ടന്മാരുമാണ്. അസത്തുക്കളായ പുത്രന്മാരാലും ദാരങ്ങൾ ഭാര്യമാരാലും ധനലോഭ ധനത്തിലുള്ള ആഗ്രഹം നിമിത്തം മേ ധനം ആദായ എൻ്റെ സ്വത്തിനെ അപഹരിച്ചും കൊണ്ട് നിരസ്തഃ ഉപേക്ഷിക്കപ്പെട്ടവനായി സ്വജനൈദാരൈ ആ ഞാൻ സ്വജനങ്ങളോടും ഭാര്യയോടും പുത്രൈഹി വിഹീനഃ പുത്രന്മാരോടും കൂടാത്തവനായിട്ട് വിഹീനനായിട്ട് ആപ്തബന്ധുഭി ആപ്തബന്ധുക്കളാൽ അതായത് അടുത്ത ബന്ധുക്കളാൽ നിരസ്തഃ ഉപേക്ഷിക്കപ്പെട്ടവനായി ദുഃഖീര വനം അഭ്യാഗതഃ ദുഃഖിയായിട്ട് ഈ വനത്തിൽ വന്നു ചേർന്നു എന്ന് സമാധി പറഞ്ഞു. ഞാൻ ധനികന്മാരുടെ വംശത്തിൽ ജനിച്ച സമാധി എന്ന പ്രസിദ്ധനായ ഒരു വൈശ്യനാകുന്നു. അസത്തുക്കളായ എൻ്റെ ഭാര്യയും അതായത് പുത്രന്മാരും ധനത്തിലുള്ള ആഗ്രഹം നിമിത്തം എൻ്റെ ധനത്തെ അപഹരിച്ചും കൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. സ്വജനങ്ങളോടും ഭാര്യയോടും പുത്രന്മാരോടും കൂടാത്ത അവരൊന്നും കൂടെ ഇല്ലാത്ത ഞാൻ ആപ്തബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ദുഃഖിതനായി ഈ വനത്തിൽ വന്നു ചേർന്നു എന്ന് സമാധി സുരഥ മഹാരാജാവിനോട് പറഞ്ഞു. സോഹം നവേത്മി പുത്രാണാം കുശലാകുശലാത്മികാം പ്രവൃത്തിം സ്വജനാനാം ച ദാരാണാം ചത്ര സംസ്ഥിതഃ കിം नु തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിം नु സാമ്പ്രതം കഥം തേ കിം नु സദ്വൃത്ത ദുർവൃത്ത കിം नु മേ സുതാ. സോഹം നവേത്മി സോഹം സഹ അഹം അത്ര സംസ്ഥിതഃ ആ ഞാനിവിടെ ഇരുന്നു കൊണ്ട് പുത്രാണാം സ്വജനാനാം ച പുത്രന്മാരുടെയും സ്വജനങ്ങളുടെയും ദാരാണാം ച ദാരങ്ങളുടെയും അതായത് ഭാര്യമാരുടെയും കുശലാത്മികാം കുശലരൂപയായും അകുശലരൂപയായും അതായത് സൗഖ്യത്തോടെയും സൗഖ്യമില്ലാത്തവരായും പ്രവൃത്തിയും ഇരിക്കുന്ന വാർത്ത സാമ്പ്രതം തേഷാം ഗൃഹേ ഇപ്പോൾ അവരുടെ ഗ്രഹത്തിൽ ക്ഷേമം കിംന്നു ക്ഷേമമുണ്ടോ അക്ഷേമം കിംന്നു അതോ അക്ഷേമമാണോ അതായത് അവർ സൗഖ്യമായിട്ടിരിക്കുന്നു അവർ ക്ഷേമത്തോടെ ഇരിക്കുന്നു അതോ ഇല്ലയോ. തേമേ സുതഃ ആ എൻ്റെ പുത്രന്മാർ സദ്വൃത്താഹ കിംന്നു സദ്വൃത്തന്മാരാണ് അതോ സദ്വൃത്തന്മാരാണോ എന്നാണ്. അതായത്
ദുർവൃത്താഹ കിംന്നു, ദുർവൃത്തന്മാരാണോ? അതായത് സദ്മാർഗത്തിൽ ചരിക്കുന്നവർ സദ്വൃത്തന്മാർ, ദുർമാർഗത്തിൽ ചരിക്കുന്നവർ ദുർവൃത്തന്മാർ. കഥം ന വേദ്മി, എന്തോ ഞാൻ അറിയുന്നില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ ഇരുന്നു കൊണ്ട് പുത്രന്മാരുടെയും സ്വജനങ്ങളുടെയും താരങ്ങളുടെയും ഭാര്യമാരുടെയും കുശലരൂപയായും അക്കുശലരൂപയായും, അതായത് സൗഖ്യത്തോടെയോ ദുഃഖത്തോടെയോ ഉള്ള വാർത്തയെയും ഇപ്പോൾ അവരുടെ ഗ്രഹത്തിൽ അവർക്ക് സുഖമാണോ ദുഃഖമാണോ എന്നും, പുത്രന്മാർ സദ്വൃത്തന്മാരായിരിക്കുന്നോ അതോ ദുർവൃത്തന്മാരായി ചരിക്കുന്നോ എന്നും അറിയുന്നില്ല എന്ന് സങ്കടപ്പെടുന്നു. രാജോവാച, രാജാവ് പറഞ്ഞു, യർനിരസ്ഥോ ഭവാൻ ലുബ്ധൈ പുത്രധാരാദിഭിർധനൈ തേഷു കിം ഭവത സ്നേഹമനുബധ്നാതി മാനസം. ഭവാൻ അങ്ങ് ധനൈഹി ലുബ്ധൈ, ധനം നിമിത്തം അത്യാഗ്രഹികളായ യൈഹി പുത്രധാരാദിഭി, യാവ ചില ഭാര്യാപുത്രാദികളാൽ, അതാണ് ഏതു ഭാര്യയാലും പുത്രന്മാരാലും ധനം നിമിത്തം അത്യാഗ്രഹികളായ ഏത് ഭാര്യയാലും പുത്രന്മാരാലും നിരസ്തഃ ഉപേക്ഷിക്കപ്പെട്ടുവോ തേഷു ഭവതഃ മാനസം, അവരിൽ ഭവാന്റെ മനസ്സ് സ്നേഹം കിം അനുബധ്നാതി, സ്നേഹം കിം, സ്നേഹത്തെ എന്തിന് പൊഴിക്കുന്നു ചെയ്യുന്നു, അവരെ എന്തിന് സ്നേഹിക്കുന്നു? അതായത് അവർ അങ്ങയെ, രാജാവ് പറയാണ്, അല്ലേ വൈശ്യ, അങ്ങയെ ധനമോഹം നിമിത്തം ഭാര്യമാരും പുത്രന്മാരും ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങ് അവരാൽ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെയും ഭവാൻ അവരെ എന്തിന് സ്നേഹിക്കുന്നു, അവരെ ഓർത്ത് എന്തിന് ദുഃഖിക്കുന്നെന്ന് ചോദിക്കുകയാണ്. വൈശ്യവാച, അതിന് മറുപടിയായി വൈശ്യൻ പറഞ്ഞു, ഏവമേതദ്യഥാ പ്രാഹ ഭവാനസ്മദ്ഗതം വചഃ കിം കരോമി ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. വൈശ്യൻ പറയുകയാണ്, ഭവാൻ അസ്മദ്ഗതം, അങ്ങ് ഞങ്ങളെക്കുറിച്ച് തഥാ വചഃ പ്രാഹ, എങ്ങനെ വാക്ക് പറഞ്ഞു? ഏവമേതത്, അത് അങ്ങനെ തന്നെ, അതായത് അങ്ങ് പറഞ്ഞ വാക്കുകൾ പരമാർത്ഥം തന്നെ ശരിയാണ്. മമ മനഃ, എൻ്റെ മനസ്സ്, നിഷ്ഠുരതാം ന ബധ്നാതി, അത്ര കഠിനമല്ല, ആ കാഠിന്യത്തെ ഞാൻ ആശ്രയിക്കുന്നില്ല. കിം കരോമി, എന്ത് ചെയ്യുന്നു, ഞാൻ അവരെ ഓർത്ത് ദുഃഖിച്ച് തന്നെ ഇരിക്കുന്നു. എനിക്ക് അങ്ങനെ അല്ലാതെ ആകാൻ പറ്റില്ല. അവരെന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് അവരിൽ മമതയുണ്ട്. ഭവാൻ ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് വളരെ പരമാർത്ഥം തന്നെയാണ്. എൻ്റെ മനസ്സ് അത്ര കഠിനമല്ല, അങ്ങനെ കഠിനമായിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് വൈശ്യൻ പറഞ്ഞു. യൈ സന്ധ്യജ്യ പിതൃസ്നേഹം ധനലുബ്ധൈർനിരാകൃതഃ പതിസ്വജനഹാർദം ച ഹാർദിതേഷ്വേവമേ മനഃ. പിതൃസ്നേഹത്തെയും പതിസ്വജനഹാർദം ച സന്ധ്യജ്യ, അതായത് പതി ഭർത്താവ്, സ്വജനഹാർദം അതായത് സ്വജന സ്നേഹത്തെയും ഉപേക്ഷിച്ചിട്ട്, സന്ധ്യജ്യ ഉപേക്ഷിച്ചിട്ട്, ധനലുബ്ധൈ യൈഹി, ധനാഗ്രഹികളായ അത്യാഗ്രഹികളായ ആരാലാണോ നിരാഹതഃ, ഞാൻ ത്യജിക്കപ്പെട്ടത്, തേഷുമേ മനഃ, അവരിൽ എൻ്റെ മനസ്സ് ഹാർദി ഏവ, സൗഹാർദ്ദമുള്ളതായിട്ട് ഇരിക്കുന്നു. അതായത് ഞാൻ അവരോടെല്ലാം സ്നേഹമുള്ളതായി തന്നെ ഇരിക്കുന്നു. അവർ പിതൃസ്നേഹത്തെയും ഭർത്തൃസ്നേഹത്തെയും സ്വജനസ്നേഹത്തെയും ഉപേക്ഷിച്ചിട്ട് ഈ ഭാര്യമാരും പുത്രന്മാരും സ്വജനങ്ങളും എന്നെ ത്യജിച്ചു കളഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് അവരെ ഓർത്ത് ഇപ്പോഴും ദുഃഖിക്കുന്നു. ഞാൻ അവരോട് സ്നേഹത്തോടു കൂടിയതായി ഇരിക്കുന്നു എന്ന് വൈശ്യൻ പറഞ്ഞു. കിമേതെന്നാഭിജാനാമി ജാനന്നഭി മഹാമതേ യത് പ്രേമപ്രവണം ചിത്തം വിഗുണേഷ്വഭിബന്ധുഷു. മഹാമതേ, അല്ലയോ മഹാമതേ, മഹാബുദ്ധിമാനായ അങ്ങ്, ജാനന്നഭി, ഞാൻ അറിവുള്ളവനായിരുന്നിട്ടും, വിഗുണേഷു ബന്ധുഷു അഭി, സ്നേഹമില്ലാത്ത സ്നേഹവും ഗുണമൊന്നുമില്ലാത്ത ബന്ധുക്കളിലും, യത് ചിത്തം, എൻ്റെ മനസ്സ്, അതായത് ഏതൊരു മനസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ മനസ്സ്, പ്രേമപ്രവണം, സ്നേഹമുള്ളതായി ഭവിക്കുന്നു. ഏതത് കിം, ഇതെന്താണെന്ന് അഭിജാനാമി, എനിക്ക് അറിയാൻ കഴിയുന്നില്ല, ഞാൻ അറിയുന്നില്ല. അല്ലയോ മഹാമതേ, ഞാൻ അറിവുള്ളവനാണെങ്കിലും ഗുണമില്ലാത്ത ബന്ധുക്കളിലും എൻ്റെ മനസ്സ് സ്നേഹത്തോടു കൂടിയതായിരിക്കുന്നു. ഇതെന്താണെന്ന് ഞാൻ അറിയുന്നില്ല. തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായതേ കരോമി കിം എന്ന മനസ്തേഷു അപ്രീതിഷു നിഷ്ഠുരം. തേഷാം കൃതേ മേ, അവർ നിമിത്തം എനിക്ക് നിശ്വാസ ദൗർമനസ്യം ച, ദീർഘശ്വാസവും ദുഃഖവും. ദൗർമനസ്യം കൊണ്ട് ദുഃഖം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദീർഘശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക്
ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ദുഃഖത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന് നെടുവീർപ്പ് ഇടുമല്ലോ, അതിനെയാണ് ദീർഘശ്വാസം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ജായതേ ഉണ്ടാകുന്നു, അപ്രീതിഷു തേഷു പ്രീതിയില്ലാത്ത അവരിൽ, യത് മനഃ യാതൊരു മനസ്സ്, അതായത് എൻ്റെ മനസ്സ്, നിഷ്ഠുരം കിം കരോമി ന കിം കരോമി ക്രൂരമല്ല, അതായത് ഞാൻ എന്ത് ചെയ്യട്ടെ, എനിക്ക് അവരിൽ ഇപ്പോഴും പ്രീതിയുണ്ട്, എനിക്ക് അവരോട് നിഷ്ഠുരനായിരിക്കാൻ ക്രൂരനായിരിക്കാൻ പറ്റുന്നില്ല, അവർ നിമിത്തം എനിക്ക് ദീർഘശ്വാസവും ദൗർമനസ്യവും ഉണ്ടാകുന്നു എങ്കിൽ പോലും പ്രീതിയില്ലാത്ത അവരിൽ എൻ്റെ മനസ്സ് ക്രൂരമല്ല, എനിക്ക് അവരോട് ക്രൂരത കാണിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവരോട് മമത തോന്നുന്നു, എന്ത് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. മാർക്കണ്ഡേയ ഉവാച തതസ്ഥൗ സഹിതൗ വിപ്ര തം മുനിം സമുപസ്ഥിതൗ സമാധിർനാമ വൈശ്യോസൗ സജപാർത്ഥിവസത്തമഃ. മാർക്കണ്ഡേയൻ പറഞ്ഞു, വിപ്ര ഭാഗിരിദ്വിജ, തതഃ അനന്തരം, സമാധിർനാമ സമാധി എന്നു പേരായ, അസൗ വൈശ്യ ഈ വൈശ്യനും, സ പാർത്ഥിവ സത്തമഃ ഈ രാജശ്രേഷ്ഠനും, ച എന്ന് പറഞ്ഞാൽ ആൻ്റെ എന്നാണ്, തൗ സഹിതവും രണ്ടുപേരും ഒരുമിച്ച്, തം മുനിം സമുപസ്ഥിതവും ആ മുനിയെ ഉപഗമിച്ചു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, സമീപത്തെത്തി എന്നർത്ഥം. അല്ലയോ ഭാഗിരിദ്വിജ, അനന്തര സമാധി എന്നു പേരായ ഈ വൈശ്യനും ആ രാജശ്രേഷ്ഠനും രണ്ടുപേരും ഒന്നിച്ച് ആ മുനിയുടെ സമീപത്തെ പ്രാപിച്ചു. ഹേ ശിഷ്യ, സമാധി എന്ന ഈ വൈശ്യനും ആ മഹാരാജാവും മിത്രത്വേന ഒന്നിച്ചു ചേർന്ന് സുമേധസ്സു മഹർഷിയുടെ സമീപത്തിൽ ചെന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജാവ് മഹാരാജാവായിരുന്നു, വളരെ അധികാരവും പ്രൗഢിയൊക്കെയുള്ള ആ മഹാരാജാവും സമാധി എന്ന വൈശ്യനും ഇപ്പോൾ തുല്യ ദുഃഖിതരാണ്, തുല്യ അവസ്ഥയിലാണ് അവർ രണ്ടുപേരും ഈ മാർക്കണ്ഡേയ മുനിയുടെ മുമ്പിൽ ഒരേ അവസ്ഥയിലാണ്, ഒരുപോലെയാണ് രണ്ടുപേരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃത്വാദുതൗ യഥാന്യായം യഥാർഹം തേന സംവിധം ഉപവിഷ്ടൗ കഥാഃ കാശ്ചിശ്ചക്രദുർവൈശ്യപാർത്ഥിവൗ തൗ വൈശ്യപാർത്ഥിവൗ ആ വൈശ്യനും രാജാവും യഥാന്യായം യഥാന്യായം എന്ന് പറഞ്ഞാൽ ന്യായവിധി പ്രകാരം, എപ്രകാരമാണോ ന്യായം അത് അർഹിക്കുന്നത്, യഥാർഹം എപ്രകാരം എന്തെല്ലാം അർഹിക്കുന്നുണ്ടോ അതുപോലെ ശാസ്ത്രപ്രകാരം ആചാരമനുസരിച്ച്, തേന സംവിധം കൃത്വ ആ മുനിയോട് സംഭാഷണാദികളെ ചെയ്തിട്ട്, ഉപവിഷ്ടവും ഇരുന്ന്, കാശ്ചിത് കഥാഹ ചക്രതു ചില കഥകളെ പറഞ്ഞു. ആ വൈശ്യനോടും രാജാവിനോടും അവരെ രണ്ടുപേരെയും ശാസ്ത്ര വിധിപ്രകാരം ആചാരമനുസരിച്ച് അവരെ സൽക്കരിച്ചിട്ട് രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ചില കഥകളെ പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഭഗവംസ്ത്വാമഹം പൃഷ്ടുമിച്ഛാമ്യഹം വദസ്വദത് ദുഃഖായന്മേ മനസ്സസ്വജിത്തായ തദാം വിന. രാജാവ് പ്രകാരം പറഞ്ഞു, അല്ലയോ ഭഗവൻ, അഹം ത്വാം ഞാൻ നിന്തിരുവടിയോട് ഏകം പൃഷ്ടുമിച്ഛാമി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വചിത്തായ തദാം വിന എൻ്റെ ചിത്തം അധീനമാണെന്നുള്ള സ്ഥിതി കൂടാതെ, അതായത് എനിക്ക് അധീനമാണെന്നുള്ള സ്ഥിതിയല്ല, എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. മേ മനസ്സഹ എൻ്റെ മനസ്സിന് ദുഃഖത്തിനായി യാതൊരു വസ്തു ഭവിക്കുന്നു, തത് വദസ്വ ആ രഹസ്യത്തെ പറഞ്ഞാലും. എന്തുകൊണ്ട് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല, എനിക്ക് മറ്റുള്ള വസ്തുക്കളോട് എന്തുകൊണ്ട് മമത തോന്നുന്നു എന്ന്. അല്ലയോ ഋഷീശ്വര, ഞാൻ തിരുവടിയോട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ചിത്തം അധീനമാണെന്നുള്ള അവസ്ഥ കൂടാതെ എനിക്ക് മനസ്സിന് ദുഃഖത്തിനായി യാതൊരു വസ്തു ഭവിക്കുന്നുവോ അതിനെ പറഞ്ഞാലും, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും, എനിക്ക് അത് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട്, അത് എന്താണ്, ആ വസ്തുത എന്താണെന്ന് ചോദിക്കുകയാണ്. മമത്വം ഗതരാജ്യസ്യ രാജ്യാംഗേഷ്വഖിലേഷ്വപി ജാനതോപി യഥാജ്ഞസ്യാകിമേതൻ മുനിസത്തമ ഹേ മുനിശ്രേഷ്ഠ, ജാനതഃ അപി ജ്ഞാനമുള്ളവനാണെങ്കിലും, ഗതരാജ്യസ്യ രാജ്യം പോയ തനിക്ക്, അഖിലേഷു രാജ്യാംഗേഷു അപി എല്ലാ രാജ്യങ്ങളിലും, യഥാ അജ്ഞസ്യ അറിവില്ലാത്തവൻ എന്ന പോലെ, മമത്വം കിമേതൽ മമത ഉണ്ടാകുന്നു. ഇത് എന്താണ് ഹേ മുനിസത്തമ, ഞാൻ ജ്ഞാനമുള്ളവനാണ്, അറിവുള്ളവനാണെങ്കിലും രാജ്യം പോയ എനിക്ക് എല്ലാ രാജ്യാംഗങ്ങളിലും അറിവില്ലാത്തവൻ എന്ന പോലെ മമത തോന്നുന്നു. ഇതെന്താണ്? ഒരു സാധാരണക്കാരനെ പോലെ
എനിക്ക് ഇങ്ങനെ എൻ്റെ രാജ്യം പോയ അവസ്ഥയിൽ എനിക്ക് നല്ല അറിവുണ്ട്, ഞാൻ പണ്ഡിതനാണ്, എന്നിരുന്നിട്ടും എനിക്ക് ഈ അവസ്ഥ എന്തുകൊണ്ട് വന്നു എന്ന് മുനിയോട് ചോദിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ മഹാദേവി നമ. എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിക്കാൻ മറക്കണ്ട. സധൈര്യം ചെയ്യാം. തെറ്റുകൾ പറ്റാത്തവരാരുമില്ല, ഉണ്ടോ? അപ്പം ഞാനും സമ്പൂർണ്ണമായിട്ടൊന്നുമല്ല എല്ലാം ചെയ്യുന്നത്. എനിക്ക് ആ വിശ്വാസവുമില്ല. ഏകദേശം എനിക്കറിയാവുന്നത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം, നന്ദി. വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശ്രീ മഹേശ്വരിയേ നമഃ.